ാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഭാഗം ആളുകളെ എന്തുകൊണ്ട് ശപിച്ചു എന്നതാണ്. എന്തേ ജൂതനും ക്രിസ്ത്യാനികളുമൊക്കെ ശപിക്കപ്പെടാൻ കാരണം? എന്തേ അവർക്ക് അള്ളാന്റെ ശാപകോപമുണ്ടാകാൻ കാരണം? എന്തേ അവർക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് കോപം കിട്ടിപ്പോരാൻ എന്തേ നിമിത്തമായത്? അള്ളാഹുവിന് വല്ല വർഗീയതയും ഉള്ളതുകൊണ്ടാണോ? അല്ല, വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഒരുപാട് ദുർഗുണങ്ങൾ കാരണമായിട്ടാണ് യഹൂദിയെ അള്ളാഹു ശപിച്ചത്, നസാറാക്കളെ അള്ളാഹു ശപിച്ചത്. ആ കാരണങ്ങളൊക്കെ ഈ ഉമ്മത്തിലെ ആരുടെയെങ്കിലും കയ്യിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സമൂഹത്തിന് ശാപമേറ്റതുപോലെ, ആ സമൂഹത്തിന് അള്ളാന്റെ അടുക്കൽ നിന്ന് കോപം കിട്ടിയതുപോലെ ഈ ഉമ്മത്തിലെ മെമ്പർമാരിലും ആ ജൂത ക്രൈസ്തവ നടപടിക്രമങ്ങൾ ഉണ്ടായിത്തീർന്നാൽ അള്ളാന്റെ ശാപവും കോപവും ഈ ഉമ്മത്തിലെ മെമ്പർമാരിലും ഉണ്ടായേക്കും. ഇത് പഠിപ്പിക്കാനാണ്, ഇത് നമ്മുടെ മനസ്സിലേറ്റവും കൂടുതൽ ജ്വലിച്ചു നിൽക്കാനാണ് ഓരോ ദിവസവും സൂറത്തുൽ ഫാത്തിഹയിലൂടെ നാം അള്ളാനോട് തേടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാ, നിന്റെ പ്രീതിക്ക് പാത്രീഭൂതരായിട്ടുള്ള നേരിന്റെ മാർഗത്തിൽ ചലിച്ചിട്ടുള്ള മഹാന്മാരുടെ പാതയിലല്ലാതെ നിന്റെ ശാപകോപങ്ങൾക്ക് വിധേയരായ ജൂത ക്രൈസ്തവ വർഗത്തിന്റെ പാതയിലേക്ക് ഒരിക്കലും ഞാൻ നടന്നെടുത്തുകൂടാ. അള്ളാ, നീ എന്നെ അതിൽ നിന്ന് കാത്തുകൊള്ളണേ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ അള്ളാനോട് പ്രാർത്ഥിക്കുന്നു. എന്തേ ഇവർക്ക് അള്ളാന്റെ ശാപകോപം കിട്ടാൻ കാരണം എന്ന് പറഞ്ഞില്ലേ? അതിനൊരുപാട് കാരണങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. ഓരോ കാരണങ്ങളും ധാരാളമായി വിശദീകരിക്കേണ്ടതുള്ളതാണ്. സാന്ദർഭികമായി ഒരൊറ്റ കാര്യം മാത്രം പറയട്ടെ. വേദഗ്രന്ഥത്തെ അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തിട്ട് തൗറാത്താകുന്ന വേദഗ്രന്ഥം മൂസാ അലൈഹിസ്സലാമിന് കിട്ടി. അതുപോലെ തന്നെ ഇഞ്ചീൽ എന്ന വേദഗ്രന്ഥം ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനും കിട്ടി. പക്ഷേ ആ അമ്പിയാക്കളുടെ കാലഘട്ടത്തിന്റെ ശേഷം തൗറാത്തിന്റെ അനുയായികളെന്ന് പറയുന്നവർ, ഇഞ്ചീലിന്റെ അനുയായികളെന്ന് പറയുന്നവർ അള്ളാഹു ഇറക്കിക്കൊടുത്തിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ അവർക്ക് തോന്നിയതുപോലെ അക്ഷരഭേദം വരുത്തുകയും ആശയഭേദം വരുത്തുകയും ദുർവ്യാഖ്യാനിക്കുകയും ചെയ്തുകൊണ്ട് ദൈവീക ഗ്രന്ഥത്തിന്റെ മഹത്വത്തിന് കളങ്കം വരുത്തി. പല കാരണങ്ങളാൽ ജൂതരും ക്രിസ്ത്യാനികളും ശപിക്കപ്പെട്ടുവെങ്കിൽ ഈ കാരണവും അതിലൊരു കാരണമാണ്. അള്ളാന്റെ വേദഗ്രന്ഥത്തിൽ കൈക്രിയ നടത്തിയതുകൊണ്ടാണ്. അതുപോലെ തന്നെ അള്ളാന്റെ വേദഗ്രന്ഥത്തിൽ അള്ള ഇറക്കിയ വചനങ്ങൾക്ക് അള്ള ഉദ്ദേശിച്ചിട്ടില്ലാത്ത ആശയം പറഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാൻ എന്തിനാണോ ആ വചനം അവതരിപ്പിച്ചതെങ്കിൽ അതിന്റെ നേർവിപരീതമായ ആശയം പറയാൻ വേണ്ടി അതേ സൂക്തങ്ങൾ തന്നെ ഉദ്ധരിക്കുന്ന ജൂത പുരോഹിതന്മാർ, അവർക്ക് അള്ളാന്റെ ശാപകോപം കിട്ടിപ്പോയി. വിശുദ്ധ ഖുർആൻ പറയുന്നു ഇവരുടെ ഈ സ്വഭാവത്തെപ്പറ്റി ധാരാളം സ്ഥലത്ത് പറഞ്ഞു കാണാം. ഒരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു, യസ്മഊന കലാമല്ലാഹ് സുമ്മ യുഹർരിഫൂനഹു മിൻ ബഅദി മാ ഖലൂഹു വഹും യഅലമൂൻ. ജൂത പാരമ്പര്യം പറയുകയാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കേണ്ട അടിസ്ഥാനപരമായ കാര്യമാണ്. ജൂതൻ അല്ലാഹുവിന്റെ ശാപം കിട്ടാൻ പല സംഗതികളും ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നെന്താണ്? യസ്മഊന കലാമല്ലാഹ്, അവര് അള്ളാന്റെ കലാം അവര് കേൾക്കുന്നു. അള്ളാന്റെ കലാം അവര് കേട്ടിട്ടുണ്ട്, തൗറാത്ത് അവര് പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്താ അവര് ചെയ്യുന്നത്? സുമ്മ യുഹർരിഫൂനഹു, എന്നിട്ട് അള്ളാന്റെ ആ കലാമിനെ അവർ അക്ഷരഭേദം വരുത്തുന്നു, അതിൽ കൈക്രിയ നടത്തുന്നു. മിൻ ബഅദി മാ ഖലൂഹു, അതിനെ നന്നായി ഗ്രഹിച്ചതിന് ശേഷം. വിവരക്കേട് കൊണ്ടല്ല കൈക്രിയ നടത്തുന്നത്, എന്താണ് ആ സൂക്തത്തിൽ പറഞ്ഞത് എന്ന് നന്നായി ഗ്രഹിച്ചതിന്റെ ശേഷവും. വഹും യഅലമൂൻ, അവർക്ക് നന്നായി വിവരമുണ്ട്. ആ സൂക്തത്തിൽ പറഞ്ഞ ആശയം എന്താണെന്ന് അവർക്ക് പച്ചയായി അറിയുകയും ചെയ്യാം. എന്നിട്ടും അവര് സ്വാർത്ഥ താൽപര്യങ്ങൾ നിലനിർത്താൻ വേണ്ടി അള്ളാന്റെ കലാമുകൾക്ക് അക്ഷരഭേദം വരുത്തുകയും ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. ഈ ആയത്ത് പറഞ്ഞുകൊണ്ട് മഹാനായ ഇമാം ഖത്താദ റഹിമഹുല്ലാഹ് അതിന് തഫ്സീർ നൽകുകയാണ്. ആരെപ്പറ്റിയാണ് അള്ളാഹ് ഈ പറഞ്ഞത്? ഹുമുൽ യഹൂദു, ജൂതന്മാരെ പറ്റിയാണ്. കാനൂ യസ്മഊന കലാമല്ലാഹ്,
അവര് അള്ളാന്റെ കലാമ് കേൾക്കാറുണ്ട്. എന്നിട്ട് സുമ്മ യുഹരിഫൂനഹു, അവർ അതിൽ തഹരീഫ് വരുത്തുന്നു, അക്ഷരഭേദം വരുത്തുന്നു. അക്ഷരഭേദം വരുത്തുക എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ മാറ്റിമറിക്കൽ മാത്രമാണെന്ന് വിചാരിക്കരുത്. അതിന് കഴിയാവുന്നത് അങ്ങനെയും ജൂതൻ ചെയ്തിട്ടുണ്ട്. അതിന് പറ്റാത്തിടത്തവരെന്ത് ചെയ്തു വന്നോ, യതഅവ്വലൂനഹു, അവര് വ്യാഖ്യാനിച്ചൊപ്പിക്കുന്നു, അലാ ഗൈരി തഅ്വീലിഹി, അള്ള ഈ ആയത്ത് പറഞ്ഞപ്പോ ഒരു ഉദ്ദേശമുണ്ട്, ഒരു വ്യാഖ്യാനമുണ്ട്. ആ വ്യാഖ്യാനത്തിൽ നിന്ന് തെറ്റിച്ചിട്ട് സ്വന്തമായി ദുർവ്യാഖ്യാനിക്കുന്ന കക്ഷികളായിരുന്നു ജൂത പുരോഹിതന്മാരെന്ന്. ഇനിയും നിങ്ങൾ നോക്കൂ, ഖുർആൻ മറ്റൊരു സ്ഥലത്ത് ഇതേ കാര്യം തന്നെ പറയുന്നു. മിനല്ലദീന ഹാദൂ യുഹർരിഫൂനൽ കലിമ അമ്മവാദിഇഹി. മിനല്ലദീന ഹാദൂ, ജൂതന്മാരിലുണ്ട്, ജൂതന്മാരായവരിൽപ്പെട്ടവരുടെ ഒരു സ്വഭാവമാണ് യുഹർരിഫൂനൽ കലിമ, അള്ളാന്റെ കലിമത്തുകളെ, വിശുദ്ധ വേദഗ്രന്ഥത്തിലെ വാക്യങ്ങളെ അവർ അക്ഷരഭേദം വരുത്തുന്നു, തെറ്റിച്ചു കളയുന്നു. അൻമവാദിഇഹി, ഓരോന്നിനെ അള്ള ഓരോ സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട്, അള്ള ഓരോ ആശയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ ആശയത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന സമ്പ്രദായം. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ നൽകുന്നത് കേട്ടോ പണ്ഡിതന്മാർ. അതായത് എന്താണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം? യതഅവ്വലൂനൽ കലാമ, അള്ളാന്റെ കലാമിനെ അവർ തഅ്വീൽ ചെയ്യുന്നു, അവർ വ്യാഖ്യാനിക്കുന്നു, അലാ ഗൈരി തഅ്വീലിഹി, അതിന്റെ ശരിയായ വ്യാഖ്യാനം അങ്ങ് എറിഞ്ഞു കളഞ്ഞിട്ട് മറ്റൊരു വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുപോകുന്നു. വയുഫസ്സിറൂനഹു, അവർ ആയത്തുകൾക്ക് തഫ്സീർ കൊടുക്കുന്നു, ബിഗൈരി മുറാദില്ലാഹി അസ്സ വജല്ല, അല്ലാഹു അസ്സ വജല്ലയുടെ ഉദ്ദേശത്തിന് നേർവിപരീതമായിക്കൊണ്ട്, അറിവുകേട് കൊണ്ടല്ല, അബദ്ധം സംഭവിച്ചിട്ടല്ല, ഖസ്ദം മിൻഹും വഫ്തിറാഅ, മനഃപൂർവം അവര് വേണമെന്ന് വിചാരിച്ച് മനഃപൂർവം അള്ളാന്റെ പേരിൽ അവർ കച്ചുകെട്ടി കള്ളം പറയുക തന്നെ. ഇതായിരുന്നു ജൂതന്റെ സ്വഭാവം. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിലെ ഈ കാര്യം നമ്മൾ ശരിക്കും ഗ്രഹിച്ചിരിക്കേണ്ടതാണ്. നാം ഏത് കാലഘട്ടത്തിലാ ജീവിക്കുന്നതെന്ന് ഒരു താരതമ്യ പഠനം നടത്താൻ വേണ്ടി ഈമാനുള്ള മനുഷ്യന്മാര് ഗൗരവത്തോടെ പഠിക്കേണ്ട വിഷയങ്ങളാണിത്. ഇനിയും നിങ്ങൾ നോക്കൂ, നമ്മളിങ്ങനെ പറയുന്നില്ലേ, ഇവരെ അള്ളാന്റെ കോപത്തിന് വിധേയരായ ഈ കക്ഷികളിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറയുന്നില്ലേ? ഇനിയും കേട്ടോ, എന്തേ ജൂതന്മാർക്ക് അള്ളാന്റെ കോപം കിട്ടാൻ കാരണം? ഇനിയും അള്ള പറയാണ്, വഇന്ന മിൻഹും ലഫരീഖാ യൽവൂന അൽസിനതഹും ബിൽ കിതാബി ലിതഹ്സബൂഹു മിനൽ കിതാബി വമാ ഹുവ മിനൽ കിതാബ് വയഖൂലൂന ഹുവ മിൻ ഇൻദില്ലാഹി വമാ ഹുവ മിൻ ഇൻദില്ലാഹ് വയഖൂലൂന അലല്ലാഹിൽ കദിബ വഹും യഅലമൂൻ. സൂറത്ത് ആലി ഇംറാൻ, വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായമായ ആലി ഇംറാൻ എന്ന സൂറത്തിലെ 78-ാമത്തെ ആയത്തിൽ ജൂതന്മാരുടെ സ്വഭാവത്തെ അതാ അള്ള പച്ചയായി തുറന്നു പറയുന്നു. വഇന്ന മിൻഹും ലഫരീഖാ,